ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. അങ്ങനെ ഒരു നീണ്ട കാലത്തെ ഷൂട്ടിന് ശേഷം നമ്മൾ ഇന്നലെ നാട്ടിലെത്തി ഗൈസ്. എന്നിട്ട് ഇന്നലെ വർഷയുടെ അവിടെ ഒരു മരണം, അതുകൊണ്ട് അവൾ അവിടെ സ്റ്റേ ആണ് 2 ദിവസമായി. അപ്പോൾ അതാണ് ഒരു ദിവസം ഗ്യാപ്പ് വന്നത് വ്ളോഗിൽ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന സുഹൃത്തുക്കളെ, എന്നിട്ട് ഇന്ന് എനിക്ക് ഒരു ദിവസത്തേക്ക് എറണാകുളത്തേക്ക് പോകണം, ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് എടുക്കാനായിട്ട്. ഇവിടെ വേണ്ട നമ്മുടെ താഴത്തെ പണയൊക്കെ ഒന്ന് മറ്റേ കിളച്ചൊക്കെ സെറ്റാക്കി അമ്മ രാവിലെ ലേഡിയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയാണ്. ഇവളാണെങ്കിൽ ഒരു മെനയില്ല, ഇവള് ഓട്ടം തന്നെ അല്ലേ അമ്മ. ഇവക്ക് അപ്പിയിടാൻ 40 മണിക്കൂറാണ് സുഹൃത്തുക്കളെ. അവക്ക് ഏക്കർ കണക്കിന് സ്ഥലം വേണോ അതൊന്ന് അപ്പിയിടാൻ. അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് കിളച്ചിട്ടേ. അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ കുഞ്ഞു കുളം ഉണ്ടല്ലോ, ഇതൊന്ന് നീറ്റാക്കി എടുത്ത്, അതായത് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്ത്. ഇനിയിപ്പോൾ മഴ വരാൻ പോവല്ലേ, അപ്പം മഴ വരുമ്പോഴത്തേക്ക് ഇന്ന് കൊണ്ടങ്ങ് നിറയും. നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാനും നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ നീന്താനും ഒക്കെ പറ്റും കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇറക്കി അങ്ങോട്ട് ആക്കിയപ്പോഴത്തേക്കും ആക്ച്വലി ഇതിനൊരു വലിപ്പം ഫീൽ ചെയ്യാനുണ്ട്. ഇത്രയും അത്രയും അവിടെ നിങ്ങറ്റം വരെ നീന്താൻ തന്നെ നല്ല 10-25 മീറ്ററെങ്കിലും കാണും. നല്ലൊരു ഡിസ്റ്റൻസ് ഉള്ളൊരു സംഭവമാണ് കേസ്. എന്തായാലും അമ്മ ഇവിടെ മറ്റേ നേരത്തെ നിന്നതൊക്കെ ഒന്ന് കിളച്ച് പറിച്ച് സെറ്റപ്പാക്കി ഇവിടെ കപ്പയും വാഴയും സെറ്റാക്കിയിട്ടുണ്ട് കേസ്. പിന്നെ ഇതാണ് നമ്മളവിടെ നിന്ന് ഈ ഇതിലോട്ട് വെള്ളം പോകാനായിട്ട് സെറ്റ് ചെയ്തേക്കണ ചാല്. പിന്നെ നമ്മൾ അവിടെ ഒരു മതിലും കെട്ടിട്ടുണ്ട്, കാരണം ഇനി പന്നി ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ടും പന്നി ശല്യം ഒന്ന് മാറ്റാനായിട്ടും അവിടെ ഒരു മതിലും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ പന്നി ശല്യം നമ്മൾ അങ്ങ് നിൽക്കും. നമ്മൾ പന്നി എന്നും പറഞ്ഞ് കിടന്ന് പിന്നാട്ടുണ്ട് എപ്പോഴും. ഇതാണ് മറ്റേ മതിലിന്റെ ബോർഡർ കെട്ടാനായിട്ട് നമ്മളിപ്പം കുഴിയെടുത്തിട്ടേക്കണത്. ഇത് പണ്ട് ഞാൻ ഇവിടെ എന്റെ മുള വെട്ടാൻ പോകുന്ന ശരിക്കും. അയ്യോ കൈസ്, എത്ര വർഷം മുന്നേ ഞാൻ ഇവിടെ കൊണ്ട് നട്ട മുളയാണെന്നറിയോ ഇതൊക്കെ. അയ്യോ, അത് വെട്ടാൻ പോണ. പക്ഷേ അത് നിന്നോട്ടെ, ഒരു ഭംഗിയില്ലേ അതിന്. ആണോ? ഏത് മുളയാണ് അത്? ഇത് ഡെക്കറേറ്റീവ് മുളയാണിത് ബേസിക്കലി. ഇത് നമ്മൾ ശല്യം ഇറക്കിയിട്ടതാണ് കേസ് ഇവിടെ കെട്ടാനായിട്ട്. എന്താ ഒരു കൂട്ടം അങ്ങ് പോട്ടെ, ഒരു കൂട്ടം നിൽക്കട്ടെ, ഒരു കൂട്ടം വെട്ടിക്കോ, ഒരു കൂട്ടം നിൽക്കട്ടെ, ഇത്രയും ഇവിടെ നിൽക്കട്ടെ, ഇത്രയും അങ്ങ് എടുത്ത്. ഇത് ഇതിൻ്റെ ഉണ്ടല്ലോ കേസ് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ വേര് ഭയങ്കരമായിട്ട് അടിയിലോട്ട് ഇറങ്ങും. ഒരു വലിയ ഉണ്ട തന്നെ അടിയിൽ വേരായിട്ട് കാണും. അച്ഛൻ പന്നി ശല്യം സഹിക്കാൻ വയ്യാണ്ട് അവസാനം മതിൽ കെട്ടാൻ തീരുമാനിച്ചല്ലേ. അവളെ മുടി വെട്ടി കഴിഞ്ഞപ്പോഴേ അവളാകപ്പോട്ട് ഒരു ഓന്തിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ എറണാകുളത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് രാത്രി ഇങ്ങ് വരാം. വർഷയുടെ വീട്ടിൽ നിൽക്കുകയാണ് അവള്. 2 ദിവസത്തോടെ അവിടെ കാണും. വളരെ ക്ലോസ് ആയിട്ടുള്ള മാമൻ ആണ് പോയത്. പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എൻ്റെ മാമൻ, എനിക്ക് മാമൻ, അവൾക്ക് വല്യച്ഛൻ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് പോയി അവളെ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ എറണാകുളം പോവാം. അവിടെ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇത് നോക്കിയാണ് അമ്മയുടെ കറിവേപ്പില തോട്ടം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ദോശയും സാമ്പാറുമാണ് സുഹൃത്തുക്കളെ രാവിലെ കഴിക്കാനായിട്ട്. സന്ദീപ് ഇപ്പൊ കടകളിലൊക്കെ ഗ്യാസ് ഇല്ലാത്തത് കാരണം സാമ്പാറൊന്നും വെക്കണില്ല. ചിന്തരാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിറകടുപ്പിനാണെങ്കിൽ ഇപ്പൊ ഒടുക്കത്തെ ഡിമാൻഡ്. നന്ദു പറയണ കേസ് അവിടെ ഗ്യാസ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന്. ഇന്തരാവാൻ പോണോ എന്തോ നോക്കാം. വരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഗൈസ് കഴിച്ചിറങ്ങി. അച്ഛാ പോയിട്ട് കേട്ടോ. ഇന്ന് വ്യത്യസ്തമായ ഒരു പോഡ്കാസ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങാണ്. പോയിട്ട് കേട്ടോ അമ്മച്ചി. അച്ഛൻ അപ്പുറത്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇനി ഇന്ന് വരും നേരെ പോയി. വൈകുന്നേരം 6 മണിക്കാണ് പോഡ്കാസ്റ്റ്. അപ്പോൾ രാവിലെ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കണ്ണൻ്റെ അവിടെ ചെന്നു ഫ്രഷൊക്കെ ആയി അവിടെ ഇരുന്ന് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് രാത്രി എടുക്കാം എന്നുള്ള പ്ലാനാണ്. പക്ഷെ അതിന് മുന്നേ പോണ വഴിക്ക് വർഷം അവിടെ ഒന്ന് കണ്ടിട്ട് പോവാം. അവിടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല, അവിടെ മരണം നടന്നിട്ടിരിക്കണേയുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ഏഞ്ചലിന്റെ ഡിക്കി നമ്മൾ ശരിയാക്കാൻ കാണിച്ചേ. അപ്പോൾ ഇതിന്റെ അകത്ത് എന്തോ 2 കമ്പോണന്റ് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റും കൂടെ ഉണ്ട്. അതിന്റെ ഡിക്കി എന്തൊരു പറഞ്ഞടാ, ബുധനാഴ്ച സാധനം വരും. ഇപ്പൊ വേണ്ട കൈസ്, വർഷയെ കണ്ടിട്ട് ഇറങ്ങിയുള്ളേ. അവളുടെ ഈ സൈഡിലെ വിസ്ഡം ടൂത്ത് വന്നോണ്ടിരിക്കണം കൈസ്. അങ്ങനെ പാവം പല്ലുവേദനയായിട്ടിരിക്കുകയാണ്. ഞാൻ മാമിയുടെ അടുത്ത് പറഞ്ഞു ഇന്ന് ഹോസ്പിറ്റലിലോട്ടൊന്ന് കൊണ്ടുപോയി കാണിക്കാൻ. ഇവിടെ ചെറുതായിട്ട് നീര് വെച്ചിട്ടുണ്ടാവും. ഒരു പല്ലിങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ട് താഴത്തെ മറ്റേ ഫ്ലഷിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. അയ്യോ പാവം. എന്തായാലും മാമി ഇന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് എന്തായാലും നേരെ എറണാകുളം വിടാം ഗൈസ്. എറണാകുളം എത്തിയിട്ട് വരാം. ഗൈസ് ബസ്സൊക്കെയാണ്. വണ്ടി ഇരുന്നിരുന്ന ട്രാഫിക്ക്. നമ്മൾ സാറിന് വെളുപ്പിനെയല്ല പോകണം. വെളുപ്പിനെ പോകുമ്പോൾ നമ്മൾ 4-4.5 മണിക്കൂർ ഉണ്ടെങ്കിലും ഇത് തീരല്ല. അയ്യോ, വണ്ടി ഇരുന്നിരുന്നൊരു പരുവായി. ബസ് എന്നപ്പോൾ ഒരു ചെറിയ കട ഉണ്ട്, അങ്ങോട്ട് അങ്ങനെ കഴിക്കാൻ കയറുകയാണ്. ഒരു ഊണ് പറഞ്ഞു കഴിച്ചിട്ടിറങ്ങി. നല്ല ഊണായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി, ട്രിവാൻഡ്രത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയുടെ പണിയൊന്ന് തീർക്കണം. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്കും
ഫിസിക്കലി ഭയങ്കര ടയേർഡായി പോകും. ഓക്കെ, നേരെ ഓഫ് ടു കണ്ണന്റെ വീട്. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണന്റെ അവിടെ എത്തിയിരിക്കുന്നു. ശരിക്കും പയ്യ ഗൈസ് ട്രാവൽ ചെയ്ത് എത്രയും പെട്ടെന്ന് നാട്ടിലെ സ്റ്റുഡിയോ അത് സെറ്റാക്കി അവിടെ തന്നെ നമുക്ക് ഷൂട്ട് നടത്താം. കാരണം ഗസ്റ്റുകളൊക്കെ ട്രിവാൻഡ്രം വരാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ചില ഗസ്റ്റുകളൊക്കെ ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പോൾ അവിടത്തെ സ്റ്റുഡിയോ സെറ്റ് ആവാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എറണാകുളം ഓടി വന്നോണ്ടിരിക്കുന്നത്. അതൊട്ട് കേട്ടെ. അയ്യോ, ഓടി പ്രാന്തായി നോക്കണേ. ഇല്ല, സന്ദീപുണ്ട്. വർഷ അവിടെ വീട്ടില് അവളുടെ വിസ്ഡം ടൂത്ത് ഇളക്കാൻ പോണം. അപ്പൊ അതൊന്ന് കുത്തി എന്തൊക്കെ ആയിരിക്കണം കേസ്. ഞാൻ പിന്നെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. എന്തിനാടാ പരിപാടി? എടി ആണല്ലേ, ആക്ടിങ് ആണല്ലേ അവന്റെ. ഇത് സെയിൽ നടന്നോണ്ടിരിക്കണല്ലേ എടാ? ഇപ്പം സെയിൽ കഴിഞ്ഞ? ഇല്ലല്ല, ഈദ് സെയിൽ അല്ലേ? ആ, അടിപൊളി. എടാ ഓക്കെ ആണ്, ഇപ്പൊ ഓക്കെ ആണ്. എടി എന്തോരം ആൾക്കാർ വിളിച്ച് അന്വേഷിച്ചെന്നറിയാവോ? ആണാ? നീ ചത്തോ പോടാ പറ്റി. ശരിയാണ്. ഇനിയിപ്പോ നാളെ പറയും ഒരാള് വയ്യാത്ത സമയത്ത് സുഹൃത്ത്, ഇത് എന്റെ ടീഷർട്ട് അല്ലേ? അല്ല, നിന്റെ ടീഷർട്ട് അല്ല, പക്ഷെ നീ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ എന്റേതാണ്. അല്ല, ഇത് എന്റെ ടീഷർട്ട് അല്ല. ഈ തെങ്ങും ഇത് എന്റേത് 93. നിന്റേതല്ല. ആണ്. ഇവന്റെ തന്നെ ആണല്ലേ? ഇതുപോലെ തുറന്ന എനിക്കുണ്ടെന്നാ. ഇതുപോലെ തൊണ്ടായിരുന്നെങ്കിലേ ഞാൻ നിന്റെ വീട്ടിൽ ഊരിട്ടപ്പോ നീ കണ്ടതായിരിക്കും. ആഹാ, അല്ല, ഇത് തുറന്ന ഉണ്ട് എനിക്ക്. എക്സാക്ട്ലി. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെയാണ് സുഹൃത്തുക്കളെ. കുറച്ചു നേരം ഞാൻ പോകുന്നു ഫ്രഷ്. നാട്ടുകാരുടെ ഓൺലൈൻ മീഡിയ കോമഡി എന്ന് പറഞ്ഞാലേ ഞാൻ കിടക്കട് മൊത്തം ഇങ്ങനെ വന്നിട്ട് അതിൽ ഏതൊരു ചൊറി കാർത്തിയാണോ സൂര്യാണോ അതൊക്കെ അതിന്റെ കൂടെ കാണും. ഞാനിങ്ങനെ പെരുന്നാൾ വിചാരിച്ച് വേണ്ട. എടി ഇത് ഓൺലൈൻ മീഡിയക്കാര്. പക്ഷെ ഓക്കെ. എന്നിട്ട് കല്യാണം പോട്ടേക്കാ. സത്യം ഇത് കഴിഞ്ഞ പിന്നെ വർഷ അപ്പുറത്തെ വീട്ടുകാരുടെ റിലേറ്റീവ് മരിച്ചു. അയ്യോ, ആണ് ഇത് സംഭവം ഡേഞ്ചറാണ്. സത്യം പറഞ്ഞ അന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നീ തുമ്മരുത്. എടാ എങ്ങനെയാടാ ഒരു മനുഷ്യൻ തുമ്മാതിരിക്കണത്? ഞാൻ ഇറക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തുമ്മലോ, അതാണ് പ്രശ്നം പറ്റിയത്. അതും മറ്റേ വലിയ തുമ്മലായിരുന്നു എന്റേത്. അങ്ങനെയുള്ള തുമ്മല്. ചൂടെടുക്കണില്ലേടാ നീ? ഫാനൊന്നും കിടക്കണത്. ഗൈസ്, ഓഫർ സെയിൽ കിടക്കാണ്. ഇവര് പേജ് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഓഫറിൽ കിടക്കുകയാണ്. ഈദ് ഓഫർ അല്ലേടാ? അതെ. ഓക്കെ, ഇന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട് കേട്ടാ. ഇന്ന് അനൂപ് ആൻഡ് ഒരു പൊളിറ്റീഷ്യൻ ആണ്. ആദ്യമായിട്ട് നമ്മളൊരു പൊളിറ്റീഷ്യനായിട്ട് പോഡ്കാസ്റ്റ് എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അതിന്റേതായ ടെൻഷൻ എനിക്കുണ്ട്. ഈ വഴിയാണോ എയർ എന്നുള്ളത്? ഇല്ല, ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ മാനേജർ അടുത്ത് പറഞ്ഞു എനിക്ക് 3 പാർട്ടിയിലെ ആൾക്കാരെ വേണം. അപ്പൊ ഒരറ്റത്തുനിന്ന് നമ്മൾ തുടങ്ങാം. എന്തിന് 3 പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP. ആം ആദ്മി എവിടെ? ആം ആദ്മി നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? 2020 എവിടെ? 2020 എന്ന് പറഞ്ഞാൽ മേജർ 3 പാർട്ടികളിലും ഉള്ള കുറച്ച് ഹാൻഡ്ഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് കേസ്. ബേസിക്കലി ഞാൻ ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്സിനെ പറ്റിയും ഈ ഒരു മേഖലയെ പറ്റിയും അറിഞ്ഞുകൂടാത്ത ഒരാളാണ്. അപ്പോൾ എന്നെപ്പോഴത്തെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കായിരുന്നു. അതുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പൊളിറ്റിക്സിലോട്ടൊന്നും ഇറങ്ങൂല. ബട്ട് ആസ് എ പേഴ്സൺ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ നാട് എങ്ങനെ ഡെവലപ്പ് ആക്കാൻ പറ്റുമെന്ന് സംസാരിക്കാം. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഇപ്പൊ പോകുന്നത്. അല്ലാതെ ഇൻഡെപ്ത് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാൻ ഒരു പ്ലാനും ഇല്ല എനിക്ക്. കോൺവെർസേഷൻ വരികയാണെങ്കിൽ ഞാനത് കീപ്പ് ചെയ്യും. അത് കോൺട്രവേഴ്സി ഉണ്ടാക്കണമെന്നുള്ള എന്റെ മനസ്സിലേ ഇല്ല. അത് അന്നദാനം വരുമല്ലേ? ഇല്ല ഗൈസ്, അത് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ മാത്രമൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തോട്ട് പോയാലേ നമുക്ക് നോളജ് കൂടുകയുള്ളൂ. നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംസാരത്തിന് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. നിന്റെ കൂടെ നടക്കണത് നോളജ് കൂട്ടിയിട്ട് അത് കുറച്ച് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ആണല്ലേ? എന്ത് മേഖലയിലാണ് നീ നോളജ് കൂട്ടുന്നത്? എനിക്ക് ആഗോളവൽക്കരണോ അവിലോസുണ്ടേ എന്ന ടോപ്പിക്കിൽ നീ കുറച്ച് നോളജ് തരണം. ആഗോളവൽക്കരണത്തെ പറ്റി
കണ്ണ് സംസാരിക്കും. ഗൈസ്, ഒരു ഉടുപ്പ് PP സെറ്റ് ചെയ്തെന്ന് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. കറുപ്പും മറ്റേ ഇത് എന്തൊരു കളറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ണാടാ പോയിട്ട് വരാവേ. ഗെയിമിങ് അടക്കട്ടെ. ബൈ ബൈ. അവൻ ഗെയിമിൽ ബുസിയാണ് ഗൈസ്. PP മകളെ പോയിട്ട് വരാവേ. ടാറ്റ. അളെ പോയിട്ട് വരാവേ. ബൈ ബൈ. ഓക്കെ, ഞാൻ ഒരുവിധം പ്രിപ്പയർഡ് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ. സംഭവം എന്ന് പറഞ്ഞാണല്ലോ ഗൈസ്, എനിക്ക് ടെൻഷൻ ഉണ്ട് ചെറുതായിട്ട്. കാരണം ഇതിപ്പോ അങ്ങനത്തെ ഒരു മേഖലയാണ്. അതിൽ എനിക്ക് അത്ര ഗണ്യമായിട്ടുള്ള നോളജും അധികം ഇല്ലാത്തൊരു മേഖലയാണ്. ഐ വുഡ് റിയലി ലൈക്ക് ടു ലേൺ മോർ. സംസാരിച്ചു കൊണ്ടല്ലാതെ പിന്നെ എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു കോൺവെർസേഷനിൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ അത്രയോ അല്ലെങ്കിൽ എന്നെക്കാളും കുറവോ ആയിട്ട് പൊളിറ്റിക്കൽ നോളജുള്ള ഒരുപാട് പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലുണ്ട്. അവർക്കും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കോൺവെർസേഷൻസ്, കുറച്ച് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള നമ്മുടെ നാടിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ചർച്ചകൾ, അതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ. പിന്നെ പൊതുവെ പൊളിറ്റീഷ്യൻസ് ഒരു കോൺവെർസേഷൻ അവർ ഹൈജാക്ക് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു റൂട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ട് നോർമലി നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അതെങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ശശി തരൂർ സാറിനെ കൊണ്ടുവരണം. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മിനിസ്റ്റേഴ്സ്, ഏതെങ്കിലും ഒരു മിനിസ്റ്റർ എനിക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നാൽ കൊള്ളാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതും എൻ്റെ ലിസ്റ്റിലുള്ളതാണ് ഗൈസ്. എന്തായാലും ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചോദിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. കാരണം എനിക്ക് എൻ്റെ ഇന്ത്യയിൽ, എൻ്റെ നാട്ടിൽ കണ്ടാൽ കൊള്ളാമെന്നുള്ള, അല്ലെങ്കിൽ വന്ന് കണ്ടാൽ അടിപൊളിയാവുമെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കണം, ഒരുപാടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ക്ലാരിറ്റിയോടുകൂടി ഇരുന്നാൽ മാത്രം മതി ഗൈസ്. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. ഒരു പർട്ടിക്കുലർ പാർട്ടിയോട് എനിക്ക് ഒരു ചായവുമില്ല. എനിക്ക് നമ്മുടെ നാട് എന്നുള്ളൊരു വികാരം ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ കേരളം ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, നമ്മുടെ നാട് അത്യുന്നതങ്ങളിൽ എത്തണം എന്ന് എനിക്ക് അതിയായ തീവ്രമായ ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരണം. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങി കഴിയുമ്പോൾ ഇതിന്റെ കട്ടിങ്സ് പോയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ ഇനി ഏറി പോവുകയാണെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുന്നത്. ഐ ബിലീവ് യു ഗൈസ് ഹാവ് മൈ ബാക്ക്. ഞാനൊന്ന് കാല് വെക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അല്ലടാ സന്ദീപേ, ആൾക്കാർ എന്നെ ഒരുപാട് പറഞ്ഞ് പേടിപ്പിച്ചേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീ അപ്പം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറിപ്പോവും എന്നൊക്കെ. പക്ഷെ അതല്ലല്ലോ, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖല ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ കൂടുതൽ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും പോയി നോക്കാം ഗൈസ്. പോഡ്കാസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ 2 മണിക്കൂറായിട്ട് നമ്മളിവിടെ ഇരിപ്പുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നാളെ രാവിലത്തേക്ക് പോഡ്കാസ്റ്റ് ഷിഫ്റ്റായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. നമുക്ക് നാളെ രാവിലെ എടുക്കാം ഗൈസ്. ഇനി കണ്ണന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ നല്ല രസമുള്ള പരിപാടിയല്ലേ. ക്യാമറാമാൻ സന്ദീപിനോടൊപ്പം. അത് പുള്ളി എന്തൊക്കെയോ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ റൂമിൽ എത്തിയുള്ളൂ. ടയേർഡാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് ടയേർഡാണെങ്കിൽ പിന്നെ ഇന്ന് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഗൈസ് ആ ഒരു ഫ്രഷ്നെസ് കാണൂല മൈൻഡിൽ. അപ്പോൾ നമുക്ക് നാളെ പിടിക്കാം. നാളെ രാവിലെ നോക്കട്ടെ, നാളെ പറ്റുമെങ്കിൽ ഒരു ഗസ്റ്റിനെ കൂടെ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളെയും കൂടി എടുത്തിട്ട് നാളെ സെറ്റ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് തിരിച്ചു പോവാം. അതേ ഉള്ളൂ ഒരു വഴി. എടാ പറ്റാറ്റ, നാളെ കാണാവേ. ബൈ ബൈ. നമ്മൾ തിരിച്ചെത്തി ഗൈസ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കാതെ തിരിഞ്ഞു വന്നിരിക്കുക. എന്തായിരുന്നു പറഞ്ഞു? അതെ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എന്റെ ചെറുക്കനെ കാണാതെ ഞാൻ എങ്ങനെ പോവും? ഷുണ്ടാപ്പി ഹായ് ഓട്. ഹായ് പറ. ഇവിടെ നിന്ന് ഹായ് ഉണ്ടാ? ഹായ് പറയണ മക്കളെ. അവൻ ഇന്ന് ഹായ് പറയാനുള്ള മൂഡിലല്ല. അവൻ ഷീറ്റ് ചവിട്ടി കുഴക്കുന്നതിന്റെ തിരക്കിലാണ്. എന്തൊരു അല്ല കിടക്കട്ടെ, ചെറുക്കൻ ഇതെങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. സ്നഗ് ഇട്ടിട്ടുണ്ട്. ഗുഡ് ബോയ്. അതെ, ഇല്ലെങ്കിൽ ഒരു വീഡിയോ കൂടെ കോപ്പിറൈറ്റ് കൊണ്ടുപോയാനെ. കോപ്പിറൈറ്റ് അല്ല, കമ്മ്യൂണിറ്റി വയലേഷൻ. അമ്പടോ. അപ്പോൾ ഇന്നിനി പോഡ്കാസ്റ്റ് ഒന്നുമില്ല. ഇനി ഞങ്ങളിവിടെ കുറച്ച് ചില്ലടിക്കട്ടെ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയിൽ. രാത്രി ഞാൻ കിടക്കാൻ പോകണം. ഇന്ന് ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഡേ ഒന്നും അല്ലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല. എല്ലാ ദിവസവും ഇതും നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല. നാളെ നമ്മൾ സെറ്റപ്പ് ആക്കുമത്. എന്തായാലും ഞാൻ കിടക്കട്ടെ. വർഷമൊക്കെ ഇവിടെ വിസ്ഡം ടൂത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നീരടിച്ചത്. അതിനി മറ്റേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എടുക്കണം. പിന്നെ അവിടെ വീട്ടിലിനി ചടങ്ങ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം നാളെ ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കിടക്കാം ഗൈസ്. ഓക്കെ, ഗുഡ് നൈറ്റ്.